Praise the Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ കർത്താവിന്റെ സന്നദ്ധിയിൽ ദൈവജനത്തോടുകൂടി ആയിരിക്കാൻ ലഭിച്ചത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുക. धन्यवाद करता हूँ सुंदर समय के लिए परमेश्वर ने दिया कि परमेश्वर लोगों के साथ मिलकर प्रभु को धन्यवाद करें. തിരുവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. परमेश्वर के वचन में से बहुत से बातों में से मुख्य बात में से हम इन दिनों सीख रहे हैं. എത്ര പേര് ഇത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് എനിക്ക് അറിയുകയില്ല. कितने लोग इसको गंभीरता से लेते मुझे मालूम नहीं है. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. लेकिन एक बात मैं आपसे कहना चाहता हूँ, बहुत गंभीरता के साथ मैं ये बातें आपको सिखाता हूँ. കാരണം വളരെ അടുത്ത നാളുകളിൽ വളരെ അധികം താമസിക്കാതെ നമ്മുടെ കർത്താവ് വരും. ആ സമയത്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതിന്റെ ഒക്കെ കണക്ക് കർത്താവിന് കൊടുക്കേണ്ടതായിട്ട് വരും. क्योंकि बहुत जल्द ही यीशु मसीह आने वाले हैं और हमने जो कुछ संसार में किया है उसका लेखा जोखा हमको उस समय देना होगा. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിന്റെ സന്നദ്ധിയിൽ ചെയ്യുവാനുള്ളത്, കർത്താവിന് വേണ്ടി ചെയ്യുവാനുള്ളത്, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് ആ നാളുകളിൽ നമ്മുടെ ജീവിതം പരിശോധിപ്പിക്കപ്പെടും. उस समय इस बात को जांचा जाएगा कि हमारे जीवन के द्वारा जो हम जीवित थे, हमने प्रभु के लिए जो कुछ करना था किया है या नहीं. സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിശ്വസ്തയോടെ തീഷ്ണതയോടെ ഈ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നു എങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ശുശ്രൂഷകൾ കൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രയോജനമുണ്ട്. प्रियो, तुम में से अगर एक व्यक्ति भी इन वचनों को गंभीरता से लेता है, सीखता है, तो मैं मानता हूं कि मैं जो प्रयत्न कर रहा हूं वो सफल हुआ है. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന വചനങ്ങൾ അധികം ഗൗരവത്തോടെ കാണുവാനും കേൾക്കുവാനും ഹൃദയത്തിൽ ഏറ്റെടുക്കുവാനുമായി ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം. इसलिए इन दोनों परमेश्वर वचन को लेने के लिए, जीवन में उसको अमल करने के लिए, प्रभु सहायता करने के लिए हम प्रभु से प्रार्थना करें. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പർവ്വത പ്രസംഗമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. यीशु मसीह जो जी उठा है उसके पहाड़ी उपदेशों में से हम सीख रहे हैं. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചു. मत्ती सुसमाचार में से हमने उसके 6 तक की आयतों में से सीखा था. അതിന്റെ 4-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത്. उसके 4थे आयत में से पिछले दिनों हमने पढ़ के बंद किया था. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 5 മുതൽ താഴേക്കുള്ള വചനങ്ങളാണ്. आज हम जो है 5 में से आगे की आयतों को देखेंगे. കർത്താവ് തന്റെ ശിഷ്യന്മാരെ, തന്നെ അനുഗമിച്ചവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന ഭാഗമാണത്. यीशु मसीह अपने चेलों को प्रार्थना करना सिखा रहा है. നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും, ഈ പർവ്വത പ്രസംഗം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ചതാണ് പ്രാർത്ഥനയെ കുറിച്ചുള്ള വിഷയം. आपको अगर याद है तो पहाड़ी उपदेश सीखने से पहले हमने प्रार्थना के बारे में कुछ बातें पहले सीखा था. ഈ അഞ്ചാമത്തെ വാക്യം മുതൽ താഴെ 15-ാമത്തെ വാക്യം വരെ ഈ 10 വാക്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയത് 20 എപ്പിസോഡ്സിലൂടെയാണ്. 5 में से आगे की 10 आयतों में से मैं करीब 20 इस तरह के संदेशों के अंदर से इन वाक्यों में से मैं गुजरा था. അതുകൊണ്ട് ഇന്ന് ഞാൻ മുന്നോട്ട് ഈ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ആഴത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. इसलिए मैं पहले बहुत गहराई से इन बातों को सिखाया था, इसलिए अब मैं उस गहराई के स्तर तक नहीं जाना चाहता हूँ. ഞാൻ അതിന്റെ യൂട്യൂബ് ലിങ്ക് കർത്താവിന്റെ ദാസൻ സണ്ണി പാസ്റ്റർ ഞാൻ ഷെയർ ചെയ്യും. സണ്ണി പാസ്റ്റർ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. परमेश्वर के दास सन्नी पास्टर जी को प्रार्थना जो शिक्षा मैंने दिया था उसका यूट्यूब जो है उसका लिंक मैं भेजूंगा, वो परमेश्वर के दास आपको देगा. നിങ്ങൾ എല്ലാവരും തന്നെ ആര് ദൈവവചനം കേൾക്കുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ ആ ഓരോരോ ഭാഗങ്ങളായിട്ട് 20 ഭാഗങ്ങളുണ്ട്, 20 എപ്പിസോഡ്സ് ഉണ്ട്, 20 പാർട്സ് ഉണ്ട്. അത് നിങ്ങൾ ഓരോന്നും സമയം കിട്ടുന്നതനുസരിച്ച് പഠിക്കണമെന്ന് കർത്താവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. आप में से जो सीखना चाहता है, करीब 20 एपिसोड है, 20 अलग अलग संदेश है प्रार्थना के विषय में. इन आयतों में से आप एक एक करके सीख सकते हैं. അതുകൊണ്ട് ഞാനത് ഇന്ന് തന്നെ അയക്കാമെന്ന് ഉറപ്പ് തരുന്നു. आज ही मैं उन संदेशों को भेजूंगा. 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു.
छठे अध्याय 5वीं आयत में इस तरह लिखा है, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത്. जब तुम प्रार्थना करो तो कपटियों के समान ना हो। സഹോദരങ്ങളെ, കർത്താവ് പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത്. यीशु मसीह ने कैसे प्रार्थना करना है उसको सिखाने से पहले कैसे प्रार्थना नहीं करना है सिखाया है। അഥവാ നമ്മളെ ഒരു വ്യക്തി ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പോൾ ആ വ്യക്തി ആദ്യം നമ്മളോട് പറഞ്ഞു തരും എങ്ങനെ ഡ്രൈവ് ചെയ്യരുത് അല്ലെങ്കിൽ എങ്ങനെ കെയർലെസ് ആകരുത് എന്ന് നമ്മളെ ആദ്യം പഠിപ്പിക്കണം. हम ड्राइविंग सीखते हैं फोर व्हीलर, तो सिखाने वाला हमको बताता है कैसे हमको गलत रीति से उसको सीखना नहीं चाहिए। നേരായ രീതി നമുക്ക് അറിയാമെങ്കിൽ തന്നെയും തെറ്റായ ഭാഗങ്ങളെ കുറിച്ച് അപകട സാധ്യതകളെ കുറിച്ച് നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നാം പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും പ്രയോജനമില്ലാതെ വരും. हमको चलाना अच्छी तरह आता है, लेकिन जहाँ पे गलत रीति से चलाते उसके बारे में जानकारी नहीं, तो कई बार हम दुर्घटना को मोल लेते हैं। പലപ്പോഴും നമ്മൾ എല്ലാവരും പറയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാണെന്ന്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലം ലഭിക്കുന്നില്ല? कई बार हम कहते हैं प्रभु मैं अच्छी तरह प्रार्थना करता हूँ, लेकिन क्यों प्रार्थना का फल मुझको नहीं मिल पा रहा है? അതിന്റെ കാരണമാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. പ്രാർത്ഥിക്കേണ്ട രീതിയിലായിരിക്കേയില്ല ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. हो सकता है कि जैसे प्रार्थना करना चाहिए हम प्रार्थना नहीं करते हों। അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ രാത്രികാലം ആ പ്രധാന വിഷയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. इसलिए आज की रात उस प्रधान विषय को हम गंभीरता से लेके पढ़े। പ്രാർത്ഥനയിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. प्रार्थना में दो मुख्य विषय बिंदु है। ഒന്ന്, കർത്താവിന്റെ ദൈവഹിതപ്രകാരം നാം പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. अगर प्रभु की इच्छा के अनुसार प्रार्थना करना है तो एक तो हमारे अंदर विश्वास होना है। നമുക്കറിയാം, എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിങ്കലേക്ക് വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. मुझे मालूम है कि इस रास्ते पे, इस विश्वास के रास्ते से आने से पहले आपकी भी प्रार्थना करने के कुछ तरीके थे। അന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോയുടെ മുമ്പിലോ പോയി കൈകൂപ്പി നിന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. उस समय किसी भी तस्वीर के सामने, आकृति के सामने हाथ जोड़ के आप प्रार्थना करते होंगे। ഒരു പക്ഷേ ആ പ്രാർത്ഥന വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മുടെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ നോക്കിക്കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. वो प्रार्थना हमारे लिए आसान था क्योंकि कोई वस्तु हमारे आगे थी, उसको देख के हम प्रार्थना करते थे। നമ്മൾ വിശ്വസിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആ വസ്തു നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലാണ്. हम विश्वास करते हैं कि जो वस्तु के सामने हम हाथ जोड़े हैं वो वस्तु हमारी प्रार्थना को सुनता है। പക്ഷെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ്? നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം ഒരു വസ്തു ഇല്ല. आज हम प्रार्थना करते हैं तो हमें दिखने के लिए हमारे सामने कोई वस्तु आकृति नहीं है। നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് വിശ്വാസത്തിലാണ്. आज हम प्रार्थना करते हैं प्रिय विश्वास के द्वारा। നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ നമ്മുടെ കർത്താവ് അവൻ അരൂപിയാണ്. ഹീസ് ഇൻവിസിബിൾ, ഹീസ് ഇൻ ദ സ്പിരിറ്റ്. हम देखते हैं हमारा परमेश्वर आत्मा है, उसका कोई रूप नहीं है। ഈ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും അവൻ നിറഞ്ഞു നിൽക്കുന്നു. നമ്മൾ ഇരിക്കുന്നിടത്തും നമ്മുടെ മുമ്പിലും നമ്മൾ ആയിരിക്കുന്നിടത്തൊക്കെയും അവിടുത്തെ സാന്നിധ്യമുണ്ട്. परमेश्वर की उपस्थिति पूरे भूमंडल में जहाँ कहीं हम जाते हैं वहां होती है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയിൽ ആദ്യമായി നമുക്ക് വേണ്ടത് വിശ്വാസമാണെന്ന്. इसलिए मैंने पहले आपसे कहा प्रार्थना में इस बात का विश्वास होना सबसे पहले जरूरी है। നമ്മുടെ കർത്താവ് നമ്മളെ കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമില്ലെങ്കിൽ നാം ആയിരിക്കുന്നിടത്ത്, നാം ഇരിക്കുന്നിടത്ത് കർത്താവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് വെറും ജൽപ്പനം മാത്രമായിരിക്കും. मैं रात जहाँ बैठ के प्रार्थना कर रहे, वह प्रभु की उपस्थिति है, इस बात पे विश्वास नहीं करते हैं तो हमारी प्रार्थना का कोई अर्थ नहीं है, बेकार है, व्यर्थ है। നമുക്കറിയാം, നമുക്ക് ഫോണിൽ സംസാരിക്കുന്നതായിട്ട് അഭിനയിക്കുവാനായിട്ട് പറ്റും, എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. फोन के अंदर में हम बात कर रहे हैं, उसका दिखावा भी कर सकते हैं और सही तरह हम वास्तव में बात भी कर सकते हैं। നമ്മൾ ആരെങ്കിലും കളിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ വളരെ ബിസിയാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ഫോൺ എടുത്തിട്ട് ചെവിയുടെ അവിടോട്ട് വെച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ട് നിന്നാൽ മതി. അപ്പോൾ ആൾക്കാർ കരുതും നമ്മൾ ആരോടോ സംസാരിക്കുന്ന വലിയ തിരക്കിലായിരിക്കുമെന്ന്. अगर हमको दिखाना है मनुष्य के सामने मैं बहुत ज्यादा व्यस्त हूँ, इसलिए क्या करना है, जब मनुष्य हमारे सामने हो फोन को कान पे रखना है और ऐसे ही कुछ ना कुछ बोलते रहना है ताकि
सामने वाला व्यक्ति सोचे कि ये व्यक्ति बहुत व्यस्त है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സംസാരത്തിനകത്ത് സെൻസിബിലിറ്റി ഇല്ലാതെ വരും. हम ऐसा दिखावा करते हैं तो हमारी बातों के अंदर में जो वास्तव में होना चाहिए वो बातें होती नहीं हैं। കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഫോണിന്റെ അപ്പുറത്തെ സൈഡിൽ ആരുമില്ലെന്ന് നമുക്കറിയാം. നമ്മൾ വെറുതെ എന്തൊക്കെയോ സംസാരിക്കുക. क्योंकि मुझे और आपको मालूम है इस फोन के उस पार में कोई है नहीं, कोई सुनने वाला नहीं, इसलिए हम कुछ भी हम मुंह से बोल देते हैं। എന്നാൽ ആരോടെങ്കിലും നമ്മുടെ ഫോണിൽ യഥാർത്ഥമായി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സെൻസിബിൾ ആയിരിക്കും. इसलिए लेकिन अगर हम जानते हैं कि वास्तव में किसी से बातचीत कर रहे हैं तो हम बड़े गंभीरता के साथ अपनी बातों को बोलेंगे। എന്തുകൊണ്ടാണെന്നറിയാമോ സഹോദരങ്ങളെ? നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും സെൻസിബിലിറ്റി ഇല്ലാത്തത്, സെൻസിബിൾ അല്ലാത്തതിന്റെ കാരണം അപ്പുറത്തിരുന്ന് കർത്താവ് അത് കേൾക്കുന്നു എന്ന് നമ്മളിൽ പലർക്കും ബോധ്യമില്ല. कई बार हमारी प्रार्थनाओं में हमें विश्वास नहीं होता है, गंभीरता नहीं होती है, क्योंकि हमको ऐसा लगता है कि उस पार सुनने वाला परमेश्वर है नहीं। സർവശക്തനായ ദൈവം, അതിശക്തനായ പരിശുദ്ധനായ മഹോന്നതനായ ദൈവമാണ് എൻ്റെ അപ്പുറത്തിരുന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് എന്നൊരു ബോധ്യം വരുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ രീതി മാറും, പ്രാർത്ഥനയുടെ ശൈലി മാറും. जब मुझे और आपको इस बात का एहसास होगा कि उस पार में सर्वशक्तिशाली सर्वव्यापी परमेश्वर है जो मेरी प्रार्थना को सुनता है, तो हमारी प्रार्थना करने की शैली के अंदर एक बदलाव आ जाएगा। നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി വളരെ ക്രെഡിബിൾ ആയിരിക്കുന്ന, വളരെ വളരെ ഹോണറബിൾ ആയിരിക്കുന്ന, നോബിൾ ആയിരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിലാണ് നമ്മൾ നിന്ന് സംസാരിക്കുന്നതെങ്കിൽ എത്ര ഭവ്യതയോടെ, എത്ര ബഹുമാനത്തോടെ, എത്ര ഭയത്തോടും ആദരവോടും കൂടെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. हम जिस व्यक्ति से बातचीत करते हैं वो व्यक्ति बड़ा ही सम्मानित व्यक्ति है, तो हम जरा सोच के देखें कितनी गंभीरता के साथ हम उस व्यक्ति से बातचीत करेंगे। എന്നാൽ പലപ്പോഴും നമ്മൾ ഈ റോഡിലൊക്കെ കാണുന്ന പാവപ്പെട്ട യാചകരായ മനുഷ്യരോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമ്മൾ നൊബിലിറ്റി ഒന്നും നോക്കാറില്ല. നമ്മൾ അവിടെ ഹോണർ ചെയ്ത് സംസാരിക്കുകയില്ല. നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ നമ്മൾ എറിയുകയാണ് ചെയ്യുക. हम जब रास्ते में चले जाते हैं तो ऐसे बहुत से भिखारी मिलते हैं, लेकिन हम जब उनसे बातचीत करते हैं तो कोई आदर सम्मान उनको हम देते नहीं हैं। हम जो चाहे वहां उनको बोल सकते हैं। നമ്മൾ പലപ്പോഴും സഭയുടെ മധ്യത്തിലായാലും ഭവനത്തിലായാലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. നമ്മുടെ വായിലൂടെ നമ്മൾ പോലും അറിയാതെ ചില വാക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. കാരണം നമ്മുടെ ഹാബിറ്റ് ആയി പോയതുകൊണ്ട്. इसलिए हम कई बार इस बात को देखते हैं कि हम उन बातों को गंभीरता से नहीं लेते हैं, इसलिए हम अपने हिसाब से कुछ भी बोल देते हैं क्योंकि हम गंभीर नहीं हैं। കാരണം അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇന്നു മുതൽ നാം പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഇവിടെ പറയുന്നു, when you pray, നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇവണ്ണം പ്രാർത്ഥിക്കണം. കാരണം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമേ പ്രയോജനമുള്ളൂ. क्योंकि यहाँ जो वाक्य हमने पढ़ा, प्रभु यीशु मसीह कह रहे हैं, हे प्रिय, तू जब प्रार्थना करे तो ऐसा प्रार्थना करना। അതുകൊണ്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന സർവശക്തനായ ദൈവം അവിടുന്ന് അത്യുന്നതനാണെന്നുള്ള ബോധ്യത്തിൽ ഭയത്തോടും ബഹുമാനത്തോടും വിറയലോടും കൂടെ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കണം. इसलिए मेरा आप जिससे प्रार्थना करते हैं आदर की योग्य है, वो परमेश्वर है। इस बात की गंभीरता को समझते हुए हम उससे प्रार्थना करें। അപ്പോൾ ഒന്നാമത്തെ വിഷയം നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. पहला हमारे अंदर इसलिए विश्वास होना है। രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ we must be having a God given burden. നമ്മുടെ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഭാരം ഉണ്ടാകണം പ്രാർത്ഥിക്കണമെങ്കിൽ. दूसरा, मेरे आप के अंदर में प्रभु एक बोझ देना है हमको, ताकि हम उस विषय को रख के प्रार्थना करें। നമ്മുടെ ഹൃദയത്തിൽ ഭാരമില്ലെങ്കിൽ, ആ വിഷയത്തെക്കുറിച്ച് ഒരു ബേർഡൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുകയില്ല. उस विषय के लिए हमारे अंदर में एक भार नहीं है तो प्रियो हम अपने हृदय की गहराई से प्रार्थना नहीं कर सकते हैं। മറ്റാരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരവും നമ്മുടെ സ്വന്തം കുഞ്ഞ് ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. किसी व्यक्ति के बारे में या किसी बच्चे के बारे में हम सुनते हैं कि बीमार है, लेकिन हमारा बच्चा जैसा अगर बीमार हो, वो गंभीरता हमें उस व्यक्ति, उस संतान में नहीं होता है.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും രോഗിയായിട്ട് അല്ലെങ്കിൽ മരണത്തോട് മല്ലടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നു എന്നറിഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയാണോ നമ്മുടെ സ്വന്തപ്പെട്ടവർ, സ്വന്തം കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഹോസ്പിറ്റലിൽ ആ ഒരു വലിയ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്നത്? जब दूसरे हॉस्पिटल में होते हैं हम उनके लिए प्रार्थना करते हैं, और जब हमारा कोई स्वयं पति हो, पत्नी हो, बच्चे, माता पिता हॉस्पिटल में होते हैं, तब हम कैसे प्रार्थना करते हैं? दोनों में कितना फर्क है प्रियो। അത് രണ്ടാമത് പറഞ്ഞതിനകത്ത് ഭാരം വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഭാരമുള്ളത് കൊണ്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ കണ്ണുനീരോടുകൂടി സീരിയസ് ആയിട്ട് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുക. क्यों हम अपने विषयों के लिए इतनी गंभीरता से प्रार्थना करते हैं? क्योंकि हमारे अंदर वो भार है, वो वेदना है, इसलिए हम बोझ के साथ प्रार्थना करते हैं। സഹോദരങ്ങളെ, ദൈവിക വിഷയത്തിൽ, ദൈവരാജ്യത്തിന്റെ വിഷയത്തിൽ, ദൈവസഭയുടെ വിഷയത്തിൽ, സഹോദരങ്ങളുടെ വിഷയത്തിൽ നമ്മളിൽ പലരും കണ്ണുനീരോടിരുന്ന് പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും കാണുവാൻ കഴിയും. കാരണം എന്തെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആ ഭാരം നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടുള്ളത് കൊണ്ടാണ്. कई बार वे राजा प्रार्थना करते, बड़े आंसू बहा बहा के प्रार्थना करते हैं, पवित्र आत्मा उसके लिए हमारी सहायता करता है। क्यों प्रियो? क्योंकि प्रभु ने हमको भार दिया है, इसलिए। അപ്പോൾ പ്രാരംഭമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവെ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എനിക്ക് വിശ്വാസം തരണമേ, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി എനിക്ക് ഭാരം തരണമേ. इसलिए हमें क्या करना है? प्रभु से कहना है, प्रभु प्रार्थना करने के लिए मेरे अंदर विश्वास दो, और दूसरा, प्रभु प्रार्थना करने के लिए मेरे अंदर एक बोझ दो, दर्द दो। ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറും കപടഭക്തിക്കാരുടെ പ്രാർത്ഥന പോലെ ആയിപ്പോകും. ये दोनों अगर नहीं है तो हमारी प्रार्थना जो है कपटियों की तरह होगी प्रार्थना। ഇവിടെ ഈ വാക്യം എഴുതിയിരിക്കുന്നു, ശ്രദ്ധിച്ച് 6:5 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? देखिए 5:6 में किस तरह लिखा हुआ है। നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ അരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. जब तू प्रार्थना करे, कपटियों के समान ना हो, क्योंकि लोगों को दिखाने के लिए आराधनालयों में और सड़कों के मोड़ों पर खड़े होकर प्रार्थना करना उनको अच्छा लगता है। मैं तुमसे कहता हूं कि वे अपना प्रतिफल पा चुके। സഹോദരങ്ങളെ, ഈ ഓരോ വാക്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഓരോ മണിക്കൂറിൽ കൂടുതൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. इसलिए प्रियो, जैसे मैंने पहले कहा कि मेरे जो प्रार्थना के विषय में 20 एपिसोड थे, उसके अंदर में एक एक आयत को बड़ी गंभीरता के साथ मैंने आपको सिखाया था। ഇന്ന് അങ്ങനെ ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ഞാൻ ആ വിഷയം നിങ്ങൾക്ക് ആ വീഡിയോസ് ഷെയർ ചെയ്യുവാൻ പോകുന്നത് കൊണ്ട്. इसलिए उस तरह की गहराई में नहीं जाना चाहता हूं। उसका वीडियो मैं आपको भेज दूंगा, आप उसमें से देख सकते हैं। നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. तुम प्रार्थना करो तो कपटियों के समान ना बनो। കപടഭക്തി എന്ന് പറയുന്നത് ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാ. कपटी जो होते हैं उनसे प्रभु अत्यधिक घृणा करता है। മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നോക്കുമ്പോൾ ആ അധ്യായം മുഴുവനും കപടഭക്തിക്കാരായിരിക്കുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. मत्ती रचित सुसमाचार 23 अध्याय के अंदर हम जब पढ़ते हैं तो पूरा अध्याय शास्त्रियों और फरीसियों के कपटी बातों के बारे में लिखा गया है। എന്താണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ? क्या है कपट भक्ति? കപടഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് ഭക്തി അഭിനയിക്കുകയാണ്, പക്ഷെ അകത്ത് അതില്ല. कपट भक्ति क्या होता है? बाहर तो भक्ति का दिखावा करते हैं, लेकिन भीतर के मनुष्यत्व में कोई भक्ति नहीं है। നമ്മൾ നീട്ടി പാട്ട് പാടും, നമ്മൾ നീട്ടി പ്രാർത്ഥിക്കും, നല്ല ഭംഗിയായിട്ട് പ്രസംഗിക്കും, പക്ഷെ അതൊന്നും നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ സത്യമല്ല. बहुत लंबी लंबी प्रार्थना करते हैं, बहुत लंबे लंबे आयतों को पढ़ते हैं, लेकिन भीतर के मनुष्यत्व में उसका कोई भी हमारे जीवन में प्रयोजन नहीं है। നമ്മളെ അറിയാത്ത ഒരു വ്യക്തിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് കേട്ടാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടാൽ അവർ വിചാരിക്കും നമ്മൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നയാളാണെന്ന് പോലും തോന്നിപ്പോകും. कई बार हम जब दूसरे व्यक्तियों के सामने प्रार्थना करते हैं, हमारी प्रार्थना को सुन के वो व्यक्ति हमारे बारे में सोचता है कि ये व्यक्ति तो शायद स्वर्ग से उतरा हुआ व्यक्ति है। പക്ഷെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. लेकिन फर्क कितना है? जैसे दिन और रात में फर्क होता है, वैसे हमारे में फर्क है। ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, കുടുംബ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ വെളിയിൽ കണ്ട ആളിനെ പോലെ അല്ല ആ വ്യക്തി. उस व्यक्ति के पारिवारिक जीवन को देखते हैं तो हम देखते हैं कि बाहर जो दिख रहा था और उसके भीतर के मनुष्यत्व में, जीवन में बहुत फर्क है।
ഈ വ്യക്തി സ്വർഗത്തെ കുറിച്ച് പറയും, കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയും, കർത്താവിനെ കുറിച്ചൊക്കെ പറയും. പക്ഷേ ഈ വ്യക്തിയുടെ യഥാർത്ഥ ജീവിതത്തിൽ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നയാണ്, ലോകത്തിൽ പലതും നേടണമെന്നുള്ള ആഗ്രഹമുള്ള ആളാണ്, ലോകത്തിൽ പലതും സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ये व्यक्ति स्वर्ग के बारे में बोलता, परमेश्वर के बारे में बोलता जरूर है, लेकिन वास्तव के अंदर में ये व्यक्ति संसार के लिए, संसार की बातों के लिए जीने वाला व्यक्ति है। മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്ന് പറയും, മറ്റുള്ളവരോട് ദയ കാണിക്കണമെന്ന് പറയും, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കണമെന്ന് പറയും. പക്ഷെ സ്വന്തം ജീവിതത്തിൽ ഒരു വ്യക്തിയോടും കരുണയും കാണിക്കത്തില്ല, ദയയും കാണിക്കത്തില്ല, അനുകമ്പയും കാണിക്കത്തില്ല. दूसरों से कहता है करुणा दिखाओ, दया दिखाओ, सहायता करो, लेकिन वास्तव में व्यक्ति जीवन के अंदर में ना तो करुणा दिखाता है, दया दिखाता है, ना कोई सहायता करता है। പബ്ലിക്കിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിട്ട് പറയും, പക്ഷെ സ്വകാര്യ ജീവിതത്തിൽ മറ്റുള്ളവരെ ശപിക്കുന്നവരാണ്. तो सार्वजनिक स्थल के अंदर में सबको आशीर्वाद की प्रार्थना करता है, लेकिन व्यक्ति जीवन के अंदर में सबको वो बिल्कुल शाप देता है। മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ താഴ്മയുള്ളവനായി താഴ്മയുള്ളവളായിട്ട് അഭിനയിക്കും, പക്ഷേ സ്വന്തം സ്വകാര്യ ജീവിതത്തിൽ ഇത്രയും അഹന്തയുള്ള പ്രൗഢിയുള്ള മനുഷ്യർ മറ്റുള്ളവരുണ്ടാവത്തില്ല. दूसरों के सामने बड़ा दीन है, नम्र है, दिखाता है, छोटा है, दिखाता है, लेकिन व्यक्ति जीवन में जब आते हैं तो उसके समान घमंड अहंकार का व्यक्ति कोई संसार में है ही नहीं है। നിങ്ങൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെയുള്ളവരുടെ ജീവിതവുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ? क्या ऐसे लोगों के साथ आप परिचित है? ऐसे लोगों के साथ ऐसे लोगों से आप मिले हैं क्या? കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന വ്യക്തി കർത്താവിന്റെ ഓപ്പോസിറ്റ് പിശാചിന്റെ സ്വഭാവം കാണിക്കുക. परमेश्वर के साथ रहने वाला व्यक्ति अपने जीवन के द्वारा शैतान का स्वभाव दिखाता है। സ്വന്തം സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല, സ്വന്തം ഭാര്യയോ സ്വന്തം ഭർത്താവിനെയോ സ്നേഹിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്. अपने हृदय की गहराई से स्वयं के भाई को, पति को प्यार करने के लिए उनके पास मन नहीं है। മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തി സുവിശേഷം കേട്ട് തങ്ങളുടെ ഭാഗത്ത് വന്നവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. दूसरों से बड़ा सुसमाचार सुनाता है, लेकिन सुसमाचार में सुन के प्रभु में आए लोगों से प्यार करने के लिए मन उसके अंदर नहीं है। കൂടെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെയോ ദൈവദാസിമാരെയോ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. साथ में सेवा करने वाले सहकर्मियों को ग्रहण करना, उनकी देखभाल करने का मन उसको नहीं है। അവർക്ക് വേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, ലോകം പറയണം നമ്മുടെ ദൈവദാസനാണെന്ന്, ലോകം പറയണം നമ്മുടെ ദൈവദാസിയാണെന്ന്. वो मन से एक ही इच्छा कहते, संसार कहना है ये प्रभु का दास है, दासी है, और कुछ उनको नहीं चाहिए। പേരും പെരുമയും വേണം, വലിയ പ്രൗഢി വേണം, വലിയ അധികാരം വേണം, വലിയ സ്ഥാനമാനങ്ങൾ വേണം. उनको अपने नाम चाहिए, कुर्सी चाहिए, सम्मान चाहिए, और कुछ नहीं चाहिए। ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. കാരണം അവരെന്താണ് അവർക്ക് വേണ്ടത്? അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. इसलिए यीशु मसीह ने कहा कपटियों के समान ना बनो, क्योंकि दिखाने के लिए आराधना में सड़कों पर खड़े होकर लंबी लंबी प्रार्थना करते हैं। സഹോദര സഹോദരി, നമ്മുടെ ഹൃദയത്തിൽ ആ പരീശന്മാരുടെ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ഫാരസീസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ അപകടമാണ്, സ്വർഗത്തിൽ എത്തത്തില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. मैं आपसे कहता हूँ, 101% आपसे कहता हूँ, फरीसियों की, शास्त्रों की आत्मा अगर हमारे अंदर में है तो मेरा आप स्वर्ग के राज्य में हम में से कोई प्रवेश नहीं करेगा। അതുകൊണ്ട് ഇന്നത്തെ രാത്രി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, നമുക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാം നമ്മുടെ ഉള്ളിൽ നമ്മൾ ആരാന്ന്. इसलिए हमको स्वयं प्रार्थना करने से पहले जांचना है कि हम वास्तव में कौन हैं। നമ്മുടെ കർത്താവിന്റെ സന്നിധി കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ എങ്ങനെയാണോ അകത്ത് എനിക്ക് അങ്ങനെ തന്നെ പുറത്തുമാകണം. प्रभु से प्रार्थना करना, प्रभु जैसा मैं भीतर में हूँ वैसा ही मैं बाहर भी दिखने पाऊं। എനിക്ക് അഭിനയിക്കുവാൻ തക്കവണ്ണം ഇടയാകരുത് കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. मैं मनुष्य के सामने अभिनय करने वाला मैं एक व्यक्ति ना बनूं। നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോൾ അതിനകത്ത് ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. मेरे जो 20 एपिसोड की प्रार्थना के विषय में आप वीडियो देखोगे तो बहुत से उदाहरण मैंने दिए हैं, उनको देख के आपको अच्छी तरह समझ आएगा। ഈ കപടഭക്തി എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഗ്രീക്കിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഹിപ്പോക്രിറ്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. हम देखते हैं कि इंग्लिश के अंदर में कपटियों के लिए बारे में लिखा है, ഹിപ്പോക്രിറ്റ്, हिंदी वर्ड कितना ഹിപ്പോക്രിറ്റ്, ഹിപ്പോക്രിറ്റ്. हिंदी अदे
ഓർമ്മ വരുന്നില്ല പാസ്റ്റർ ഹിന്ദി ഹിപ്പോക്രസി അതിന്റെ ഹിന്ദി എനിക്ക് ഓർമ്മ വരുന്നില്ല. അത് സാരമില്ല. എന്താ പറയുന്നത്, കപട്ടി. അത് മതി. അത് ഗ്രീക്ക് വേർഡിൽ അതിന് എഴുതിയിരിക്കുന്ന വേർഡ് ഹിപ്പോക്രിറ്റ് എന്നാണ്. അങ്ങനെ മതി, ഹിപ്പോക്രിറ്റ് എന്ന് പറഞ്ഞാൽ. ग्रीक के अंदर में जो शब्द इस्तेमाल किया है वो हिपोक्रेट शब्द इस्तेमाल किया गया है. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ ആക്ടർ എന്നാണ് അർത്ഥം. उसका अर्थ क्या होता है? अभिनय करने वाला व्यक्ति, एक्टर. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നല്ല നല്ല ഈ പഴയ പണ്ടൊക്കെ സിനിമയൊക്കെ കാണുന്ന കാലത്ത് നമ്മള് മശിഹാ ചരിത്രം, ജീസസിനെ കുറിച്ച്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, ഇവരെയൊക്കെ സിനിമകളൊക്കെ, ഇവരെ കുറിച്ചുള്ള സിനിമകൾ ഇറങ്ങിയ പഴയ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. हम देखते हैं पुराने समय के अंदर में जो अभिनय करने वालों के बहुत से सिनेमाओं को, पिक्चरों को हम देखते हैं. അതിനകത്ത് യേശുവിന്റെ വേഷമിട്ടിരിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. യോഹന്നാൻ സ്നാപകന്റെ വേഷമിട്ടിരിക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. हम उसके अंदर में यीशु मसीह का रूप धारण करके, यूहन्ना बपतिस्मा लेने वाले का रूप धारण करके व्यक्तियों को उसमें हम देख सकते हैं. ഈ സിനിമ കാണുന്ന വ്യക്തികൾ വിചാരിക്കുന്നത് ഈ യേശുവിന്റെ വേഷമിട്ടിരിക്കുന്നയാൾ യഥാർത്ഥത്തിൽ യേശു തന്നെയാണെന്നാണ്. जो सिनेमा पिक्चर देखते हैं वो सोचते हैं कि जो व्यक्ति यहाँ पे है वास्तव के अंदर में यीशु मसीह ही है. പക്ഷെ നമുക്കറിയാൻ പറ്റും അത് വെറും വേഷം ഇട്ടുകൊണ്ട് ആ മനുഷ്യൻ ഷൂട്ടിങ്ങിന് വരുന്നതേ ഉള്ളൂ. പക്ഷെ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കപടമുള്ളവനായിരിക്കാം, ഭാര്യയെ ഉപേക്ഷിച്ചവനായിരിക്കാം, മദ്യപാനിയായിരിക്കാം, മറ്റു മയക്കുമരുന്ന് അടിമകളായിരിക്കാം ചിലപ്പോൾ. लेकिन वास्तव में हो सकता है अभिनय दिखाने के लिए तो यीशु मसीह का या कुछ और व्यक्ति का अभिनय कर रहा है, लेकिन व्यक्ति जिनमें हम देखते हैं तो पत्नी को सताने वाला होगा, शराब पीने वाला होगा, ड्रग्स करने वाला होगा. इसका अर्थ है कि पाखंडी व्यक्ति होगा. ഇതാണ് ഹിപ്പോക്രിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. കാരണം അഭിനയിക്കുന്നവൻ അല്ലെങ്കിൽ അഭിനയിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. हिपोक्राइट का हिंदी में अर्थ है पाखंडी व्यक्ति, अर्थात अभिनय करने वाला व्यक्ति. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അഭിനയിക്കുന്നവരെ പോലെയാകരുത്, കപടഭക്തിക്കാരെ പോലെയാകരുത്. इसलिए यहाँ लिखा है, इस यीशु मसीह कह रहे हैं कपटियों की तरह या पाखंडियों की तरह अभिनय करने वाला, दिखावा करने वाला व्यक्ति तुम नहीं होना है. കുറച്ചുകൂടെ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ സംസാരിച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, സഭയിൽ വരുമ്പോൾ ഒരു വ്യക്തി, പക്ഷെ വീട്ടിൽ മറ്റൊരു വ്യക്തി. दूसरे शब्दों में आसानी से समझने के लिए हम इस तरह बोल सकते हैं, आराधना दिन संडे को एक व्यक्ति जब आता है और बाकी 6 दिन जब घर में रहता है, दोनों के जीवन में कितना फर्क है. ജോലി സ്ഥലത്ത് വേറൊരു വ്യക്തിയാണ്, കടന്നു പോകുന്നിടത്തൊക്കെ വേറൊരു വ്യക്തിയാണ്, കൂട്ടുകാരെടുത്ത് വേറൊരു വ്യക്തിയാണ്. എന്നാൽ ദൈവസഭയുടെ അകത്തേക്ക് വരുമ്പോൾ, ഞായറാഴ്ച വരുമ്പോൾ ആള് വേറൊരു വ്യക്തി. हम देखते हैं नौकरी के स्थान पे दूसरा व्यक्ति है, मित्रों के स्थान पे दूसरा व्यक्ति है, संबंधियों के पास जाता है तो दूसरा व्यक्ति है. लेकिन संडे के दिन, रविवार के दिन आराधना में जब आता है तो बिल्कुल ही भक्त दिखता है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് കപടഭക്തി എന്ന് പറഞ്ഞാൽ. इसको हम कहते हैं कपटी या पाखंडी व्यक्ति. ഇത് കർത്താവിന്റെ വചനം ഗൗരവത്തോടെ എടുക്കുന്നവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നിനുമല്ല, കർത്താവെ എന്നിലെ കപടഭക്തിയെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ്. इसलिए प्रियो मैं आपसे कहना चाहता हूँ, आप सब इन दिनों प्रभु से प्रार्थना करें, प्रभु मेरे अंदर से वो कपट भक्ति या पाखंडी स्वभाव, दिखावे का स्वभाव दूर हो जाए. നമ്മൾ എത്ര അഭിനയിച്ചെന്ന് പറഞ്ഞാലും അത് അഭിനയം മാത്രമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ അത് അപകടമായി തീരുകയാണ്. मगर आप कितना भी दिखावा करे, अभिनय करे, वो केवल परमेश्वर की दृष्टि के अंदर में शून्य है. प्रियो, മനുഷ്യൻ മുഴുവനും കൈയടിച്ചെന്നിരിക്കാം, സ്ഥാനമാനങ്ങൾ ലഭിച്ചെന്നിരിക്കാം, വലിയ പ്രൗഢിയിൽ ജീവിച്ചെന്നിരിക്കാം, എല്ലാം ലഭിച്ചെന്നിരിക്കാം. പക്ഷേ അതൊക്കെയും ഈ ലോകത്ത് ഉപേക്ഷിച്ചിട്ട് കടന്നു പോകുന്ന ഒരു നാൾ വരുന്നു. इस संसार में हम बहुत कुछ इस संसार में प्राप्त कर सकते हैं प्रियो, लेकिन हम सबको मालूम है एक दिन ये सब छोड़ के हमको चले जाना है. ഇവിടെ പറയുന്നു, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. यीशु मसीह ने कहा, मैं तुमसे सच कहता हूँ, वे अपना प्रतिफल पा चुके हैं. കാരണം ലോകത്തിൽ അവന് ലോകം കൊടുക്കുന്ന പ്രതിഫലമുണ്ട്, ധനവും മാനവും എല്ലാം കപടഭക്തി ആയതുകൊണ്ട്. പക്ഷേ സ്വർഗവും അവനൊരു പ്രതിഫലം അവിടെ പുസ്തകത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞു. കാരണം ഇവന്റെ ഇവിടുത്തെ ജീവിതം കഴിഞ്ഞ് അവിടെ വരുമ്പോൾ അവിടെ ലഭിക്കുന്ന ആ പ്രതിഫലം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. संसार के अंदर कपटियों की तरह जी के बहुत से प्रतिफल वो प्राप्त कर सकता है, लेकिन परमेश्वर स्वर्ग के राज्य के अंदर पहले से निश्चित कर देता है कि स्वर्ग के राज्य के अंदर इसको क्या मिलना है. अब 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും.
छठे आयत में लिखा है, परंतु जब तू प्रार्थना करे अपनी कोठरी में जा, द्वार बंद करके अपने पिता से जो गुप्त में है प्रार्थना कर। അപ്പോൾ ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. इसका अर्थ क्या है? रहस्यमय तरीके से प्रार्थना करने का एक स्वभाव हमारे अंदर होना है। ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരസ്യത്തിൽ പ്രാർത്ഥിക്കുവാനാണോ ഏറെ ഇഷ്ടം, അതോ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനാണോ ഏറെ ഇഷ്ടം? मैं आपसे एक सवाल कहना चाहता हूं, सार्वजनिक रीति से सबके सामने प्रार्थना करना अच्छा लगता है या अकेले रहस्य में जीवन में प्रार्थना करना आपको अच्छा लगता है? രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, രഹസ്യത്തിൽ പ്രാർത്ഥിച്ച് ദൈവവുമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പരസ്യത്തിൽ പ്രാർത്ഥിച്ച് ദൈവജനത്തെ അനുഗ്രഹിക്കുവാനായിട്ട് കഴിയൂ. रहस्य में जीवन के अंदर में रहस्यमय तरीके से प्रभु के साथ प्रार्थना करने वाला व्यक्ति ही सार्वजनिक रीति से अच्छी तरह बिना पाखंडी रूप में प्रार्थना कर सकता है। എനിക്ക് വളരെ വ്യക്തമായിട്ട് പറയുവാനായിട്ട് കഴിയും, പബ്ലിക്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ശൈലി വെച്ച് നല്ല പ്രാസമൊപ്പിച്ച് നല്ല ഭംഗിയായിട്ട് വളരെ ഇലോക്വന്റ് ആയിട്ട് പ്രാർത്ഥിക്കും. കാരണം കേൾക്കുന്നവരെ ഇംപ്രസ് ചെയ്യണം. हम जब अनेकों लोगों को हम देखते हैं सार्वजनिक रीति से प्रार्थना करते, अच्छे अच्छे शब्दों का इस्तेमाल करते ताकि सुनने वालों के कानों के अंदर में उनको प्रभावित कर सके। നമ്മൾ ആഗ്രഹിക്കുന്നത് കേൾക്കുന്നവർ പറയണം നമ്മൾ നല്ല പ്രാർത്ഥനക്കാരനാണെന്ന്. क्योंकि हम क्या चाहते हैं, मन से सुनने वाले कहना है कि अच्छा प्रार्थना करने वाला व्यक्ति है। കർത്താവ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. यीशु मसीह ने कहा, कोठरी में जा, द्वार बंद करके गुप्त में जाके तू प्रार्थना कर। പുറത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പബ്ലിക്കിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വില കൊടുക്കേണ്ടി വരത്തില്ല. അവിടെ എല്ലാരെയും ഇംപ്രസ് ചെയ്യുകയാണ് നമ്മള്. बाहर जब हम सार्वजनिक रीति से प्रार्थना करते, कीमत नहीं चुकाते हैं, क्योंकि हम दूसरों को प्रार्थना के द्वारा प्रभावित करते हैं। എന്നാൽ രഹസ്യത്തിൽ അറയിൽ കടന്ന്, മുറിയിൽ കടന്ന് വാതിലടച്ച് മുഴങ്കാലിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നീ അവിടെ ഒരു വില കൊടുക്കുന്നുണ്ട്. लेकिन जब हम गुप्त रूप से कोठरी में जाके प्रार्थना करते हैं तो हम उसके लिए कुछ कीमत चुकाते हैं प्रियो। ആ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ആരും കേൾക്കാതെ നീ ദൈവത്തോട് പറയുന്നതൊക്കെ സത്യം മാത്രമാ. हम जो रहस्यमय रूप से, गुप्त रूप से प्रभु से जो कुछ कहते हैं वो बिल्कुल सत्य होता है। അവിടെയാണ് നമ്മുടെ യഥാർത്ഥ മുഖവും യഥാർത്ഥ ജീവിതവും ദൈവസന്നിധിയിൽ വെളിപ്പെടുന്നത്. वही वो स्थान है जहां पे हमारा वास्तव का रूप, वास्तव की स्थिति प्रकट होती है। അത് പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനയ്ക്ക് നമ്മളെ അവൻ അനുവദിക്കാത്തത്. वो शैतान को अच्छी तरह मालूम है, इसीलिए ही हमारी गुप्त प्रार्थना को अनुमति नहीं देता है। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് രഹസ്യത്തിൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ? मैं आपसे पूछना चाहता हूं प्रियो, गुप्त रूप से प्रार्थना करने के लिए कितना समय आप रोज निकालते हो? ഒരുപക്ഷെ നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം, ഞങ്ങളുടെ വീട്ടിൽ അതിന് സൗകര്യമില്ല, ആരും ഇല്ലാത്ത ഒരു ഇടമില്ല, വളരെ ബുദ്ധിമുട്ടുള്ള വീട്ടിലാണ് ഞാൻ താമസിക്കുന്നതെന്ന്. आप में से कुछ लोग बोल सकते हैं, सर जी हमारे पास में गुप्त रूप से प्रार्थना करने के लिए जगह नहीं है क्योंकि हम ऐसे घर में रहते हैं। യേശു കർത്താവ് എങ്ങനെയാ പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? യേശു കർത്താവിന്റെയും അവസ്ഥ അത് തന്നെയായിരുന്നു. പക്ഷേ അവൻ പ്രാർത്ഥിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ മലയിൽ പോയി പ്രാർത്ഥിച്ചു, തോട്ടത്തിൽ പോയി പ്രാർത്ഥിച്ചു, ഏകനായി മാറി നിന്ന് പ്രാർത്ഥിച്ചതായിട്ട് വചനത്തിൽ പറയുന്നു. यीशु मसीह के साथ भी हमेशा भीड़ रहती थी, उनके पास भी गुप्त प्रार्थना करने के लिए अवसर नहीं था, लेकिन हम उनके जीवन से सीख सकते हैं। पहाड़ों में जाके प्रार्थना किया, बागान में जाके प्रार्थना किया, अकेले एकांत में जाके प्रार्थना किया। ഗൗരവത്തോടെ ക്രിസ്തീയ ജീവിതം എടുക്കുന്ന സഹോദരങ്ങൾ ഇത് കേൾക്കുന്നുവെങ്കിൽ ഇന്ന് മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏതെങ്കിലും വയലിൽ, അല്ലെങ്കിൽ മാറി നിന്ന് ഏതെങ്കിലും വുഡ്സില്, ഫോറസ്റ്റില്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വശത്ത് മാറി രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ മാറിയിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്ക്. സ്വർഗം നിന്നെ മാനിക്കും, സ്വർഗം നിന്റെ മേൽ അഭിഷേകത്തെ പകരും. गंभीरता के साथ मसीह जी उनको जो लेते हैं, मेरे शब्दों को आप सुने। अगर आपके पास इस तरह अवसर नहीं है तो आप अकेले जाके जंगल में जाएं, हम ऐसे स्थानों में जाएं जहाँ कोई नहीं है, वहां बैठ के अकेले बैठ के प्रार्थना करें। मैं आपसे कहना चाहता हूँ प्रियो, स्वर्ग से परमेश्वर आपको उसका प्रतिफल देगा। हालेलुया। ഇവിടെ എഴുതിയിരിക്കുന്നു, രണ്ടർത്ഥമാണ് അവിടെ ഉള്ളത്. അറയിൽ കടന്ന് വാതിലടക്കുക എന്ന് പറഞ്ഞപ്പോൾ മുറിയിൽ കടന്ന് അല്ലെങ്കിൽ രഹസ്യ സ്ഥാനത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു അർത്ഥമുണ്ട്. രണ്ടാമത്തെ അർത്ഥം എന്തെന്നറിയാമോ? നമ്മുടെ വാതിലുകൾ, നമ്മുടെ കണ്ണടച്ച്, നമ്മുടെ ചെവി അടച്ച്, നമ്മുടെ നാവടച്ച്, അതിലെ ചുറ്റുപാടുമുള്ളത് എന്തിനേയും ഗൗനിക്കാതെ ഏകാന്തതയിലിരുന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക.
गुप्त रूप से कोठरी में जाके प्रार्थना करने का अर्थ क्या है? अपनी आंखों को बंद करके, अपने मुंह को बंद करके एकांत के अंदर में हम प्रार्थना करें, प्रभु के शब्दों को सुने। കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവസ്ഥന് നമുക്ക് ഹൃദയങ്ങളെ പകരുവാനായിട്ട് കഴിയും. परमेश्वर की उपस्थिति को अनुभव करते हुए अपने हृदय की बातों को हम प्रभु से बोल सकते हैं। ഞാൻ ഈ വിഷയങ്ങളൊന്നും വളരെ ആഴത്തിലേക്ക് ഇന്ന് പോകുന്നില്ല. इन विषयों के मैं और गहराई में नहीं जाना चाहता हूँ। 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ള 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. 7वें आयत में लिखा है, प्रार्थना करते समय अन्य जातियों के समान बक बक ना करो, क्योंकि वे समझते हैं कि उनको बहुत बोलने से सुना जाएगा। ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ സഹോദരങ്ങളെ? ചിലര് വിചാരിക്കുന്നത് ഒത്തിരി 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 നേരം പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം പ്രസാദിക്കുമെന്നുള്ളതാ. कई बार मेरा आप सोचते हैं कि बहुत ज्यादा प्रार्थना करने से परमेश्वर प्रसन्न होता है। ഇവിടെ പറയുന്നു, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്, കാരണം ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിച്ച് വെറുതെ ഓരോന്ന് പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത്. इसलिए प्रभु कह रहे ऐसे प्रार्थना नहीं करना है, समय बर्बाद करके ऐसे बक बक बातें, फालतू की बातें अन्य जातियों की तरह नहीं बोलना है। കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കുമ്പോൾ വളരെ യുക്തമായി, വളരെ ലളിതമായി, വളരെ ആഴമേറിയ വിഷയങ്ങൾ ആത്മാവിൽ അറിഞ്ഞ് നമുക്ക് ലഘുവായി പ്രാർത്ഥിക്കുവാനായിട്ട് പറ്റും. प्रभु के साथ जब आप प्रार्थना करते, परमेश्वर उपस्थिति में बड़े ही साधारण शब्दों से प्रभु की आत्मा की अगुवाई के द्वारा मेरा प्रार्थना करें। യേശു കർത്താവിനോട് അപ്പോസ്തലന്മാർ പറഞ്ഞതുപോലെ, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് ഈ നാളുകളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. लोगों ने यीशु मसीह से जैसे कहा, प्रियो मेरा आप भी प्रभु से कहें, प्रभु मुझे प्रार्थना करना सिखाओ। ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ജാതികളെ പോലെ പ്രാർത്ഥിക്കരുത്, കാരണം കർത്താവിന്റെ പ്രേരണയില് നമുക്ക് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം. इसलिए प्रभु का वचन कहता, अन्य जातियों के समान प्रार्थना करे, परमेश्वर प्रार्थना ना करे, परमेश्वर की आत्मा के द्वारा हम प्रेरणा से प्रार्थना करें। നമ്മൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല വിഷയം, എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് വിഷയം. कितनी देर हमने प्रार्थना की विषय नहीं है, हमने क्या प्रार्थना किया वो विषय रखता है। 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. 8वें आयत में लिखा, इसलिए तुम उनके समान ना बनो, क्योंकि तुम्हारा पिता तुम्हारे मांगने से पहले जानता है कि तुम्हारी क्या क्या आवश्यकताएं हैं। അവരോട് തുല്യരാകരുത് എന്ന് പറഞ്ഞാൽ ജാതികളോട് തുല്യരാകരുത്, നിങ്ങൾ നീട്ടി പ്രാർത്ഥിക്കരുത്, അതിഭാഷണത്താൽ പ്രാർത്ഥിക്കരുത്, കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് അറിയാം. इसलिए प्रभु कहता, अन्य जातियों के समान ना बनो, तुम्हारे बोलने से प्रभु पहले ही जानता है कि तुम्हें क्या क्या चीजों की जरूरत है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ കർത്താവിനെ പഠിപ്പിക്കുവാനായിട്ട്, ദൈവത്തെ പഠിപ്പിക്കുവാനായിട്ട് പോകരുത്. इसलिए मैं आपसे कहना चाहता हूँ, प्रियो हम परमेश्वर को सिखाने के लिए ना जाए। കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. प्रार्थना क्या है? प्रभु की उपस्थिति में हमारा समर्पण बताता है। प्रियो പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഓർമ്മിപ്പിക്കുക എന്നുള്ളതല്ല വിഷയം. അതിനപ്പുറമായി പ്രാർത്ഥന എന്ന് പറയുന്നത് ഡിപ്പെൻഡബിലിറ്റി അല്ലെങ്കിൽ ആശ്രയത്വത്തെയാണ് കാണിക്കുന്നത്. प्रार्थना क्या है? प्रभु को मालूम नहीं, इसलिए हम उस बातों को बोल रहे हैं प्रभु से, वो नहीं है। प्रार्थना प्रभु के ऊपर आश्रित होके हम जी रहे, ये बताता है। ആരാണ് പ്രാർത്ഥിക്കുന്നത്? ആശ്രയം ആവശ്യമുള്ളവരാണ് പ്രാർത്ഥിക്കുന്നത്. कौन प्रार्थना करता है? जिसको परमेश्वर पे आश्रित होना है। പ്രാർത്ഥന ആരാണ് പ്രാർത്ഥിക്കുന്നത്? അത്യാവശ്യക്കാർ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. प्रार्थना किसको करना है? जिसको आवश्यकता है। ആരാണ് പ്രാർത്ഥിക്കുന്നത്? ഹൃദയം തകർന്നവർ, സമ്മർദ്ദത്തിൽ ഇരിക്കുന്നവർ, ഞെരുക്കം അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് പ്രാർത്ഥിക്കുന്നത്. कौन प्रार्थना करना है? जिसका हृदय टूटा हुआ, पिसा हुआ है, हृदय के अंदर दुख वेदना है। അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ കാണിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്, അല്ലാതെ വാക്കുകളുടെ പെരുപ്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ല. प्रार्थना वास्तव में क्या? प्रभु पे हम आश्रित है, प्रभु पे हम भरोसा रखते हैं। ഞാൻ വളരെ വേഗത്തിലാണ് ഇത് പറഞ്ഞു പോകുന്നത്, കാരണം ഏറ്റവും ഒടുവിൽ ജോയിൻ ചെയ്തവരോട് വീണ്ടും പറയുകയാണ്, ഞാൻ ചെയ്ത മെസ്സേജുകൾ ഉണ്ട്, ഞാനത് യൂട്യൂബ് ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം സണ്ണി പാസ്റ്റർ മുഖേന.
मैं जल्दी जल्दी इन बातों को कह रहा हूं क्योंकि मैंने पहले भी कहा है, जो नए जुड़े हैं उनसे भी कहना चाहता हूं, प्रार्थना के विषय में 20 एपिसोड मैंने पहले ही यूट्यूब के अंदर है, आप सन्नी पास्टर के द्वारा लिंक ले सकते हैं। അടുത്ത വാക്യം ഇങ്ങനെ നോക്കിയ 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 9वीं आयत में लिखा, इस रीति से प्रार्थना करो, हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए। സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് ശ്രേഷ്ഠമേറിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിന്റെ കാരണം, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ കാരണം സ്വർഗസ്ഥനായ പിതാവിന്റെ നാമത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ്. क्यों प्रभु परमेश्वर ने मुझे आपको चुना है, बुलाया है, एक ही कारण है, स्वर्गीय पिता की इच्छा को समझ के पूरा करे। നാം ചെയ്യുന്നതെല്ലാം പിതാവിന് മഹത്വത്തിന് വേണ്ടി ചെയ്യണം. हम जो कुछ करते परमेश्वर की महिमा के लिए करें। നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹിമപ്പെടണം. हमारे जीवन से परमेश्वर के नाम की महिमा होना है। നാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തണം. हम जब दूसरों की सहायता करते हैं, कुछ करते हैं उनके लिए, उसके द्वारा परमेश्वर के नाम की महिमा उनके जीवन से होना है। കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തുടങ്ങേണ്ടതാണ് എന്താണ്? കർത്താവേ, അങ്ങയുടെ നാമത്തെ വിശുദ്ധീകരിക്കപ്പെടണമേ. पहले प्रार्थना करने से पहले हमको प्रभु से कहना, प्रभु आपका नाम कैसे पवित्र माना जाए। ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവീനെന്ന്. यीशु मसीह ने कहा, तुम इस रीति से प्रार्थना करो। ചിലർ ഈ വാക്ക് കേട്ടിട്ട് പറയും, ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോലെ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നവരുണ്ട്. कई लोग कहते हैं कि जैसे ये लिखा हुआ है आयतों में, वैसे ही बिल्कुल प्रार्थना करना है। എന്നാൽ അതിന് മൂലഭാഷയിൽ അങ്ങനെയല്ല പഠിക്കുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. लेकिन इसकी गहराई में हम जब जाते हैं तो पता चलता है कि उसमें लिखा है, जो जो विषय इसमें बताए गए उन विषयों को लेकर हम इस तरह प्रार्थना करें। അപ്പോൾ നമ്മൾ പാദപീഠത്തിലിരുന്നു കൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ വിടുതലിലൂടെ അങ്ങയുടെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. इसलिए प्रार्थना करने से पहले हमको प्रभु से कहना है, हम जो प्रार्थना कर रहे हैं उसमें जो छुटकारा मिलेगा उसके द्वारा प्रभु आपकी महिमा होने पाए। അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ലഭിക്കുന്ന സകലതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയായി തീരണം. इसलिए जो भी हम प्रार्थना करके प्राप्त करते हैं प्रभु से, वो सब कुछ प्रभु के नाम की महिमा के लिए होना है। 10ാമത്തെ വാക്യം പറയുന്നു, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 10 आयत में लिखा, तेरा राज्य आए, तेरी इच्छा जैसे स्वर्ग में पूरी होती है पृथ्वी पर भी होने पाए। ഇതിന്റെ അർത്ഥം എന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കുവാൻ, രണ്ട് രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനായിട്ട് പറ്റും. വെളിപാട് പുസ്തകത്തിന്റെ പഠിച്ചിട്ടുള്ളവർക്ക് പറയുവാനായിട്ട് പറ്റും, പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ ആ രാജ്യത്തിന്റെ വരവിനെ കുറിച്ചാ പറയുന്നതെന്ന്. इसमें जैसे लिखा, तेरा राज्य है, तो प्रकाशित वाक्य में जैसे लिखा, प्रभु एक नया आकाश, नई पृथ्वी, और हम देखते हैं कि सब कुछ नया हो जाए। हम शायद उस रीति से इस वाक्य को ले सकते हैं, सोच सकते हैं। എന്നാൽ അതിനേക്കാൾ അധികം പ്രായോഗികമായി നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ലെറ്റ് യുവർ ഗവൺമെന്റ് കംസ് എന്നാണ് അതിന്റെ അർത്ഥം. लेकिन इसको इस तरह हमको समझना है, प्रभु आपका शासन हमारे मध्य में होना है। എന്ന് പറഞ്ഞാൽ കർത്താവും രാജാതി രാജാവായും ഞങ്ങളെ ഭരിക്കണമേ എന്ന്. जिसका अर्थ है कि प्रभुओं का प्रभु, राजाओं का राजा हमारे जीवन पे प्रभुत्व करना है। എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങയുടെ ഗവൺമെന്റ് ഉണ്ടാകണമേ, എന്റെ കുടുംബ ജീവിതത്തിൽ അങ്ങയുടെ ഗവൺമെന്റ് ഉണ്ടാകണമേ, ഈ രാജ്യത്തിന്റെ മേൽ, ഈ ദേശത്തിന്റെ മേൽ അങ്ങയുടെ ആധിപത്യം ഉണ്ടാകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. इसका अर्थ है कि प्रभु मेरे व्यक्ति जीवन में आपका शासन होना है, मेरे परिवार के ऊपर प्रभु आपका शासन प्रभुत्व होना है, मेरे शहर में, मेरे देश के ऊपर में प्रभु आपका शासन प्रभुत्व होना है। എല്ലാം പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന കർത്താവേ, എല്ലായിടത്തും പിശാച് ആധിപത്യം ചെയ്യുന്നു. കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു പിശാച്, ദേശങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു, രാജ്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ മധ്യത്തിൽ അങ്ങയുടെ ഗവൺമെന്റ്, അങ്ങയുടെ ആധിപത്യത്തെ കൊണ്ടുവന്ന് പിശാചിനെ അവിടുന്ന് ഓടിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. हमें क्या प्रार्थना करना? प्रभु शैतान चारों तरफ तबाही मचा रहा है, परिवारों को नष्ट कर रहा है, राज्य को नष्ट कर रहा है। उसके मध्य के अंदर प्रार्थना करें, प्रभु आपका प्रभुत्व हमारे मध्य में आ जाए, हमारे देश में आ जाए, आपका शासन हमारे मध्य में हो जाए।
വ്യക്തിപരമായ ജീവിതത്തിൽ നിരാശയാണ്, കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമില്ല, അന്ധകാരമാണ്, എല്ലായിടത്തും അനുഭവങ്ങൾ അതാണ്, എല്ലായിടത്തും പോരാട്ടങ്ങളാണ്. അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ ആധിപത്യം വരുമ്പോൾ, അവിടുത്തെ ഗവൺമെന്റ് വരുമ്പോൾ, അവിടുത്തെ ഭരണം വരുമ്പോൾ, അതിലെ വ്യക്തികൾ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കും, കുടുംബങ്ങളിൽ സന്തോഷമുണ്ടാകും, സഭയിൽ സന്തോഷമുണ്ടാകും, ദേശങ്ങളിൽ വിടുതലുണ്ടാകും. അതിനുവേണ്ടി ആ കർത്താവിനോട് പറയുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്ന്. व्यक्ति जीवन के अंदर निराशा है, परिवार जीवन के अंदर बहुत सी समस्या है, इन सब के मध्य के अंदर जब प्रभु का शासन हमारे व्यक्ति जीवन में, परिवार में आएगा, तो हमारे जीवन में चैन मिलेगा, हमारे जीवन में आनंद मिलेगा। इसका अर्थ ये है, प्रभु आपका राज्य आए। അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം സ്വർഗത്തിൽ ഒരു ഒറ്റ ഇഷ്ടം മാത്രമേ ഉള്ളൂ. അത് സ്വർഗത്തിൽ പിതാവിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്. കർത്താവെ, അതുപോലെ ഒരു ഇഷ്ടം ഈ ഭൂമിയിൽ വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. इसका अर्थ क्या है? तेरा राज्य है। इसका अर्थ इस तरह हम ले सकते हैं, स्वर्गीय पिता की एक इच्छा स्वर्ग में जैसे है, वैसे ही इस पृथ्वी पर भी वही इच्छा पूरी हो जाए। മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമായി തീരണമേ എന്ന്. बस मत्ती रचित सुसमाचार 26 अध्याय के अंदर गतसमनी बगीचे के अंदर में क्रूस पे चढ़ने से पहले यीशु मसीह प्रार्थना करते, प्रभु मेरी इच्छा नहीं, आपकी इच्छा पूरी हो जाए। അവിടുത്തെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ എന്ന് പറയുമ്പോൾ, കർത്താവെ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എന്റെ സഭയിലും ഞാൻ ആയിരിക്കുന്നിടത്തും ആകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. मेरा राज्य है, तेरी इच्छा स्वर्ग में जैसे पूरी पृथ्वी पर भी हो। उसका अर्थ क्या? प्रभु मेरे व्यक्ति जीवन में, मेरे परिवार में, मेरी कलीसिया में आपकी इच्छा पूरी हो जाए। അടുത്ത 5 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 5 मिनट के अंदर मैं अपने शब्दों को विराम दूंगा। 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 11वें आयत में लिखा है, प्रभु दिन भर की रोटी आज हमें दीजिए। ഇവിടെ ശ്രദ്ധിച്ചു നോക്കണമേ, എനിക്കുള്ള ആഹാരം തരണമേ എന്നല്ല, ഞങ്ങൾക്കുള്ള ആഹാരം തരണമേ എന്നാ പ്രാർത്ഥിക്കുന്നത്. यहाँ ध्यान से हम देखें, प्रभु मेरे दिन भर की रोटी नहीं, प्रभु हमारी दिन भर की रोटी हमें दे लिखा है। എനിക്ക് ആഹാരം ആവശ്യമുണ്ട്, എന്റെ സഹോദരങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ടവർക്ക്, എന്റെ ചുറ്റുപാടുമുള്ളവർക്കും ആഹാരം ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് അവിടുന്ന് ഇന്നുള്ള ആഹാരം തരണമേ എന്നാ. प्रभु से प्रार्थना करें, प्रभु मुझे, मेरे परिवार को, मेरे आजू बाजू रहने वाले लोगों को, मित्रों को दिन भर की रोटी चाहिए। इसलिए प्रभु से कहे, प्रभु हमारी दिन भर की रोटी आज हमें दे। അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ആഹാരം, അടുത്ത ഒരു മാസത്തേക്കുള്ള ആഹാരം തരണമേ എന്നല്ല, ഇന്നത്തേക്കുള്ള ആഹാരം തരണമേ എന്നാ. 1 महीने का, 1 साल का, 2 महीने का रोटी देने के लिए प्रभु ने नहीं कहा है, नहीं सिखाया है। प्रभु आज की रोटी हमें दे। അപ്പോൾ നാളത്തെയും മറ്റന്നാളത്തെയും ഭക്ഷണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നാളെ നീ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റന്നാളിൽ അന്നത്തെ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. तो आप पूछेंगे कल के लिए क्या होगा, परसों के लिए, आने वाले दिनों के लिए क्या होगा? प्रियो, कल भी यही प्रार्थना करना, परसों भी यही प्रार्थना करना है, तो प्रभु हमको देगा। എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ, ഡെയിലി ലൈഫിൽ ദൈവത്തിൽ ആശ്രയിച്ച് അന്നന്നത്തേക്കുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് അത് പഠിപ്പിക്കുന്നത്. इसका अर्थ क्या है? दैनिक जीवन के अंदर में हर एक दिन प्रभु पे आश्रित होकर जिए और प्रभु से हम अपनी आवश्यकताओं को लेकर प्रार्थना करें। എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പലർക്കും ഇതിന്റെ അർത്ഥം മനസ്സിലാകത്തില്ല. कईयों को, मेरे प्रिय जो मेरे शब्दों को सुन रहे हो, आपको इसका अर्थ नहीं पता चलेगा, കാരണം നമുക്ക് വേണ്ടതിൽ കൂടുതൽ ഉണ്ട്. क्योंकि हमारे पास जितना चाहिए उससे अत्यधिक हमारे पास है। इसलिए നമ്മുടെ ഫ്രിഡ്ജുകളിലും ഫ്രീസറുകളിലും അടുത്ത ഒരാഴ്ചത്തേക്ക്, രണ്ടാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഓൾറെഡി നമ്മൾ റിസർവ് ചെയ്തിരിക്കുക. हमारे फ्रिज के अंदर, हमारे घर के अंदर, रसोई के अंदर में आने वाले 1 हफ्ते, 1 महीने का खाना पहले ही हमने स्टॉक में रखा हुआ है। നമ്മുടെ കയ്യിലുള്ള പൈസ അല്ലെങ്കിൽ ബാങ്കിലുള്ള പൈസ നോക്കിയാൽ അടുത്ത 4 വർഷത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ട്. हमारे हाथ में या बैंक के अंदर में जितना भी हमने सेविंग करके रखा है, आने वाले 4-5 साल के लिए भी हम उससे खा सकते हैं। ചിലരുടെ കയ്യിൽ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, അടുത്ത 4 തലമുറയ്ക്ക് കൊടുക്കുവാനുള്ളത് അവരുടെ കയ്യിലുണ്ട്. कईयों के पास तो केवल इस जीवन में नहीं, आने वाली 4 पीढ़ियों को भी खिला पुला के पोषण करने का धन उनके पास में है। എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തി, ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി, നാളേക്ക് വേണ്ടി ജീവിക്കാത്ത ഒരു വ്യക്തിക്കുള്ള പ്രാർത്ഥന ഇത് മാത്രമാണ്: കർത്താവേ, ഇന്ന് എനിക്ക് ജീവിക്കുവാനുള്ള കൃപ തരണമേ. അത് ആത്മീകമായിക്കൊള്ളട്ടെ, ഭൗതികമായിക്കൊള്ളട്ടെ, ആഹാരമായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും കൃപകളായിക്കൊള്ളട്ടെ, എനിക്ക് ഇന്നത്തേക്ക് തരണമേ. നാളത്തെ ദിവസം അങ്ങയുടെ കയ്യിലിരിക്കുന്നു. അങ്ങ് വരികയാണെങ്കിൽ ഞാൻ അങ്ങയോടുകൂടെ വരുവാന്റെ കൂടെ ഞാൻ തയ്യാറായിരിക്കുന്നു എന്നതിന്റെ അർത്ഥം.
लेकिन एक आत्मिक व्यक्ति जो संसार के लिए नहीं जीता है, वो प्रभु से कहेगा, प्रभु आज की आत्मिक मन्ना, आज का शारीरिक मन्ना आप मुझे दीजिए, क्योंकि कल के दिन उसके जीवन में क्या होने वाला है, क्या नहीं होने वाला है, उसको प्रभु जानता है। इसलिए वो व्यक्ति आज के लिए प्रभु से प्रार्थना करेगा। സഹോദരങ്ങളെ, നമുക്ക് കർത്താവിന്റെ സ്നേഹം നമ്മുടെ തലകളെ വണക്കാം. प्रियो, अपनी आंखों को बंद करे, प्रभु से प्रार्थना करें। നമ്മൾ ഇന്നത്തേക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരട്ടെ. हम आज के दिन के लिए जीने वाले बन के रह जाएं। പലരും നാളെയെ കുറിച്ച് ചിന്തിച്ച് ഇന്നത്തെ ജീവിതം ജീവിക്കാൻ മറന്നു പോകുന്നു. कई लोग आने वाले दिन में जीने के बारे में सोचकर आज के लिए कैसे जीना है भूल जाते हैं। നമ്മളെ ഭാരപ്പെടുത്തുന്ന 90% വിഷയങ്ങളും ഇന്നത്തെ കാര്യമല്ല, നാളെയും ഭാവിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. मेरे आपके जीवन के अंदर 99% जो हम दुख और वेदना उठाते हैं, वो आज का नहीं है, आने वाले दिनों में क्या होगा वो सोचकर है। നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളൊക്കെ ഭാവിയെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. हमें भयभीत करते हैं भविष्य के विषय। എന്നാൽ കർത്താവ് പറയുന്നു, നീ ഇന്നത്തെ ദിവസം നന്നായിട്ട് ജീവിക്കുക. लेकिन प्रभु कहता है, मेरे प्रिय बेटा बेटी, तू आज के दिन अच्छी तरह जी ले। ഇന്ന് നീ ജീവിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ നീ ചെയ്തു എന്ന് ആലോചിക്കുക. आज के दिन जो तुझे करना था, क्या तूने किया, क्या इसके बारे में तू सोच। പ്രഭാതത്തിൽ എണീറ്റ്, കർത്താവേ, ഈ ദിവസം എനിക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ തരണമേ, ജീവിക്കുവാൻ തക്കവണ്ണമുള്ള അവസ്ഥകളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. प्रभु प्रभात के समय उठ के प्रभु से मेरा प्रार्थना करे, प्रभु आज के दिन आपकी कृपा के द्वारा जैसे आप चाहते हो जीने के लिए मुझे सहायता करना। എനിക്ക് വേണ്ടി മാത്രമല്ല കർത്താവെ, അങ്ങയിൽ ആശ്രയിക്കുന്ന സകലരും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. प्रभु से हम कहें, प्रभु केवल मुझे नहीं, आप पे आश्रित होकर जीने वाले सबको प्रभु आप आज आशीषित करना। നമുക്ക് പ്രാർത്ഥിക്കാം. आइए प्रार्थना करें। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃപയിലേക്ക് ഞങ്ങൾ വീണ്ടും അടുത്തു വരുന്നു കർത്താവേ. അങ്ങയുടെ വചനത്തെ ശുശ്രൂഷിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ, സൂക്ഷിക്കണമേ കർത്താവേ. ശ്രേഷ്ഠമേറിയ വേലയിൽ വർദ്ധിച്ചു വരുവാൻ്റെ കൊണ്ടും ദൈവകൃപ കർത്താവ് പകരണം. കുഞ്ഞുങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ ശ്രേഷ്ഠമേറിയ മഹത്വത്തിൽ അവർ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട എൻ്റെ സഹോദരി സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ കൃപയിൽ നിറച്ച് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കിക്കാട്ട് കർത്താവേ. അവിടെ നിന്ന് നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു. आइए फिर से सरों को झुकाए, प्रभु से प्रार्थना करें। अनुग्रहकारी वचन के द्वारा प्रभु ने हमको अनुग्रह किया। वचन के सामने हमारी आत्मा प्राणदय को समर्पित करें। परमेश्वर दास के लिए धन्यवाद करें, उनके जीवन के लिए धन्यवाद करें, उनको परमेश्वर दिए रहस्य बातों के लिए धन्यवाद करें। उनके द्वारा प्रभु हमसे बातचीत कर रहा है, प्रभु हम परमेश्वर धन्यवाद करें। हालेलुया, हालेलुया, हालेलुया। प्यारे खुदावंद, आपको धन्यवाद करते प्रभु इस रात के समय के लिए। आज भी परमेश्वर आपने हमें खुदा राजस्थान के अलग अलग भागों से मिलके परमेश्वर आपको धन्यवाद देने के लिए। आपके दास परमेश्वर यूके में बैठे खुदा रजी पास्टर के द्वारा फिर से आपके संदेश को सुनने के लिए आपने मौका दिया खुदा। वचन की गहराई में उतरने के लिए मौका दिया मेरे खुदा। हालेलुया। हमारे जीवन के अंदर प्रार्थना कैसे करना सीखने के लिए आपने मौका दिया। धन्यवाद, धन्यवाद, धन्यवाद करके परमेश्वर प्रभु आपके दास रजी पास्टर के लिए, आंटी के लिए, बच्चों के लिए अनुग्रह करना खुदा। प्रभु आपका दास का जीवन प्रभु उनके संदेश यूट्यूब में खुदा अनेक लोगों के लिए देश और विदेश में अनेक लोगों के लिए अनुग्रह का कारण होने पाए। फिर से आपके दास को प्रभु हम मिलकर आशीषित करते प्रभु। प्यारे खुदा, आपका अनुग्रह आपके दास पे होने पाए मेरे खुदा। और भी वचनों को परमेश्वर गहराई के साथ बोलने के लिए, अनेकों संदेश अनेक विषयों पे देने के लिए आने वाले दिनों में प्रभु आपके दास को आप इस्तेमाल करना। हालेलुया। अनुग्रह करना, स्वस्थ रखना। धन्यवाद करते प्रभु सन्नी पास्टर के लिए, आने के लिए धन्यवाद करते परमेश्वर प्रभु। इतने सालों से प्रभु मेरे खुदा प्रभु इस मिट्टी को चलाने के लिए सहायता किया। अनेकों को प्रभु वचन के द्वारा प्रभु तृप्त करने के लिए मौका दिया। अनेकों को उद्धार के बारे में, रक्षा के बारे में सिखाने के लिए इसकी मीटिंग के द्वारा आपने अवसर दिया। आपके दास दासी बच्चों का अनुग्रह करना। इसमें जुड़े हुए एक परमेश्वर दासों के लिए, उनके परिवारों के लिए धन्यवाद करते हैं। अलग अलग स्थानों में प्रभु आपने नियुक्त का धन्यवाद करते खुदा प्रभु। हालेलुया। विश्वास योग्यता के साथ चलने जीने के लिए, सेवा करने के लिए हम सबकी सहायता करना। विश्वासियों के लिए धन्यवाद करते खुदा। खा जो नए विश्वासी आए मेरे खुदा, आज का संदेश सुन के कैसे प्रार्थना करना सीखते हुए आगे बढ़ने के लिए सहायता करना मेरे खुदा। आप पे आश्रित होके मेरे खुदा
आप पे विश्वास रख के खुदा हालेलुया कह रहे खुदा गुप्त में बैठ के प्रार्थना करने के लिए, आप सुबह आने के लिए टूटे हृदय के साथ प्रभु बोझ के साथ अपने लिए भी दूसरों के लिए भी प्रार्थना करने के लिए हम सबकी सहायता करना खुदा। आपका वचन हमारे जीवनों में प्रभु 100 गुना प्रतिफल लेके आए। जितने आज है सबको आशीषित करना, जो हमारे मध्य में रोग के बंधन में यीशु के नाम से चंगाई प्राप्त करे, अशांति में मेरे खुदा उसको शांति मिले, आपके तसल्ली मेरे खुदा। धन्यवाद आपने हमें आशीषित किया। आदर महिमा गौरव जलाल आपको देते हैं। तमाम बात उद्धार करते यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन।